സോ ഹേ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഏകദേശം 5 മാസമായി. കാരണം ഞാൻ കുറച്ചുകൂടി ഷോർട്സ് വീഡിയോസിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമി GT Neo 3Tക്കകത്തേക്ക് ഒരു കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരുപാടധികം ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് ഇത്. കാരണം നമ്മൾ ഷോർട്സിനകത്ത് നമ്മുടെ റിയൽമി GT Neo 3Tക്കകത്ത് കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി വീഡിയോസ് കിട്ടുമ്പോൾ ഒരുപാടധികം ആൾക്കാരാണ് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു റിയൽമിയുടെ ഡിവൈസിനകത്തൊക്കെ കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇത് ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന റിയൽമി GT Neo 3Tയിലേക്കാണ് നമ്മളൊരു കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കറന്റ് ഉള്ളത് റിയൽമി UI അഥവാ കളറോയ്സിലാണ്. റിയൽമി UI 4.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13ലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് റോം ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോം മാറ്റിക്കൊണ്ടാണ് ഇതിനകത്ത് കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ച് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ റിയൽമി സ്മാർട്ട് ഫോൺസിലും ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡീപ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ റിയൽമി സ്മാർട്ട് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളുടെ ഓരോ റിയൽമി ഡിവൈസിനും ഓരോ ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ റിയൽമി GT Neo 3T ഉള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ റിയൽമി GT Neo 3T ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് യൂസർ അഗ്രിമെന്റ്സ് കാണാനായിട്ട് പറ്റും. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഓക്കെ കൊടുക്കുക. ആ ഒരു സമയം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുക്കുമെന്നാണ് ചില ആർട്ടിക്കിളിലും വെബ്സൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഏകദേശം 30-40 മിനിറ്റ് എടുത്തു ഈ ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നേരം ഞാൻ ഈ ഒരു ഫോൺ വെച്ചുകൊണ്ട് ഈ വീഡിയോക്കകത്ത് വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ സബ്മിറ്റ് ആയിട്ട് ഇപ്പോൾ അപ്രൂവൽ കിട്ടും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴൊന്നും കിട്ടിയില്ല. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സാധനം അപ്രൂവ് ആയി കിട്ടിയത്. അപ്രൂവൽ പെട്ടെന്ന് കിട്ടിയോണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോക്കകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ടിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്രൂവൽ കിട്ടിയ ഉടനെ ഞാൻ നേരെ ചെന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിക്കവറി മോഡിലേക്കാണ്. അപ്പോൾ റിക്കവറി മോഡ് അഥവാ ബൂട്ട് ലോഡർ മോഡ് വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഇതിലേക്ക് നമ്മുടെ കസ്റ്റം റിക്കവർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഓണറിനെ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതെന്റെ ബെസ്റ്റ് ബഡിയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവന്റെ ഫോണാണിത്. പുതിയ ഫോണാണ്. 2 മാസം ആയതേ ഉള്ളൂ. ഇവന് ഈ ഒരു കളറോസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഒരു കസ്റ്റമർ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോണിലെ ഡേറ്റാസ് ബാക്കപ്പ് ചെയ്യുക. ഇതിനകത്ത് ഒരുപാടധികം ഡേറ്റാസ് ഉണ്ട്. ഇവന്റെ ഗേൾഫ്രണ്ടോട്ടുള്ള പിക്ചേഴ്സ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ ഇതിനകത്തുള്ള ഡേറ്റാസ് ഞാൻ ബാക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡീപ് ടെസ്റ്റിംഗ് എന്ന് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ ബേസിൽ നിന്ന് ഡിസ്കണക്ട് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ നേരെ ബൂട്ട് ലോഡർ മോഡിലേക്ക് ബൂട്ട് ആവുന്നതാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ PC-യിലേക്ക് നിങ്ങളുടെ ഡിവൈസിന് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫയൽസ് വേണം. അതായത് നിങ്ങളുടെ ഡിവൈസ് ബൂട്ട് ലോഡറിൽ നമ്മുടെ PC ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ADB പ്ലാറ്റ്ഫോം ടൂൾസ് വേണം, പിന്നെ ADB ഡ്രൈവേഴ്സ് വേണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇതിനെപ്പറ്റി യൂട്യൂബിൽ ഒരുപാടധികം വീഡിയോസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോൺ ബൂട്ട് ലോഡറിൽ പോയ ഉടനെ PC ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ADB പ്ലാറ്റ്ഫോം ടൂൾസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കമാൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ഡിവൈസ് ഒരു ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫാസ്റ്റ് ബൂട്ട് സ്പേസ് OEM സ്പേസ് അൺലോക്ക് എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അൺലോക്ക് ദ ബൂട്ട് ലോഡറും ഡു നോട്ട് അൺലോക്ക് ദ ബൂട്ട് ലോഡറും. ഇതിനകത്ത് നിങ്ങൾ അൺലോക്ക് ദ ബൂട്ട് ലോഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ആവുന്നതായിരിക്കും. ഈ കാണുന്ന ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണിലേക്ക് ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കസ്റ്റം റിക്കവറി ഉണ്ടായാൽ മാത്രമേ നമുക്ക് കസ്റ്റം റോം ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒബ്വിയസ്ലി ഞാനിവിടെ S കൊടുത്തുകൊണ്ട് തന്നെ റിയൽമിയുടെ ലോ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് വാണിംഗ് കാണിക്കുന്നുണ്ട്. റിയൽമിയിൽ ഇതിന് ഓറഞ്ച് സ്റ്റേറ്റ് വാണിംഗ് എന്നാണ് പറയുന്നത്. ഓറഞ്ച് സ്റ്റേറ്റ് വാണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിന്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ആയതുകൊണ്ട് തന്നെ ഏതൊരു കസ്റ്റം റിക്കവറി വേണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫോണിൽ സെക്യൂരിറ്റി കുറവായിരിക്കും. ഇവിടെ അടുത്തതായി നമുക്ക് ചൈനയിൽ എന്തോ എഴുതി കാണിച്ചുകൊണ്ട് ലോഡ് ആവുന്നുണ്ട്. ഇത് ലോഡ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങളുടെ ഫോണിലെ എല്ലാ ഡാറ്റയും ബാക്കപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഫോണിലുള്ള എല്ലാ ഡാറ്റയും വൈപ്പ് ഔട്ട് ആയി പോകുന്നതായിരിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫോൺ ഇവിടെ ഫോർമാറ്റ് ആയതിനു ശേഷം റിയൽമിയുടെ ലോഗോ കാണിച്ച് ബൂട്ടായി വരുന്നുണ്ട്. ഫോൺ ഫോർമാറ്റ് ആയ ഉടനെ തന്നെ OS-ലേക്ക് ആയിരിക്കില്ല പോകുന്നത്. അതിന് പകരം ബൂട്ട് ലോഡറിലേക്കായിരിക്കും ബൂട്ട് ആവുന്നത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ബൂട്ട് ഫ്ലാഷ് റിക്കവറി സ്പേസ് നമ്മുടെ റിക്കവറി കിടക്കുന്ന ആ ഒരു ഫയലിലെ ഡയറക്ടറിയുടെ നെയിമാണ് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യേണ്ടത്. എനിക്കറിയാം വീഡിയോ കുറച്ച് സ്പീഡപ്പായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉള്ള കമാൻഡ്സ് എല്ലാം എഴുതി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി റീബൂട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കമാൻഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ റീബൂട്ട് ആയി വരുന്നുണ്ട്. റീബൂട്ട് ആവുന്നത് ഉടനെ നമ്മുടെ റിക്കവറിയിലേക്കായിരിക്കും. TWRP റിക്കവറിയാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ഫോക്സിൻ്റെ റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ 70% പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കസ്റ്റം റിക്കവറി ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യണം. നല്ലൊരു കസ്റ്റം റോം കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റം റോം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് അധികം കസ്റ്റം റോംസ് ഈ ഒരു സ്മാർട്ട് ഫോൺ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഓരോ കസ്റ്റം റോമും നിങ്ങളുടെ ഫോൺ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റം റോം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെലഗ്രാം ഓപ്പൺ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോണിന്റെ മോഡൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചാനൽ വരുന്നതായിരിക്കും. ആ ഒരു ചാനലായിരിക്കും നിങ്ങളുടെ ഫോണിലുള്ള കസ്റ്റം റോംസ് അപ്ലോഡ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് എന്റെ ഫോണിന് വേണ്ടിയിട്ടും ഞാൻ ടെലഗ്രാമിൽ നിന്ന് തന്നെയാണ് റോം ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. റിയൽമി GT Neo 3T ഒരു ചാനലുണ്ട്. ആ ഒരു ചാനലിൽ നിന്ന് ഞാൻ Droid X UI എന്ന് പറയുന്ന റോമാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത റോം നമ്മുടെ PC-യിൽ കൊണ്ടുവരിക. PC-യിൽ നിന്ന് നേരെ ഫോണിലേക്ക് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ വൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. വൈപ്പിംഗ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ബാക്ക് വരിക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളിൽ നിന്ന് നമ്മുടെ കസ്റ്റം റോമിന്റെ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സിംപ്ലി നമ്മുടെ കസ്റ്റം റോം നമ്മുടെ സ്ലോട്ട് എയിലും സ്ലോട്ട് ബിയിലും ആയിട്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. കസ്റ്റം റോം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. കസ്റ്റം റോം ഇൻസ്റ്റാൾ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫോണിലേക്ക് ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത Droid X UI ഒരു കിടിലൻ ബഗ് ഉണ്ടായിരുന്നു. അതായത് UDFS വർക്ക് ആവില്ല. അതായത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന സ്കാനർ ഈ ഒരു റോമിനകത്ത് വർക്ക് ആവില്ല. അതായത് ഈ ഒരു കസ്റ്റം റോം ഇപ്പോഴും ടെസ്റ്റിംഗ് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവലപ്പർ ഈ ഒരു കസ്റ്റം റോമിന്റെ ഡിവൈസ് ട്രീക്കകത്ത് UDFSന്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. ഞാൻ പാറ്റേണിലൊക്കെ കൊടുത്തതിന് ശേഷം ഫിംഗർ പ്രിന്റ് സെൻസർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് വർക്ക് ആവുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു റോം മാറ്റിയിട്ട് വേറെ റോം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് PC-യിലേക്ക് കണക്ട് ചെയ്തു. വേറെ റോം, അതായത് പ്രൊജക്ട് എലിക്സർ എന്ന് പറയുന്ന റോം ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഒരു പ്രൊജക്ട് എലിക്സർ എന്ന് പറയുന്ന റോമിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നുമില്ല, നല്ല കിടിലൻ പക്കാ സ്മൂത്ത് റോം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിയൽമി GT Neo 3Tക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ റോം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് പക്കാ സ്മൂത്തും പക്കാ വർക്കിംഗ് ആയിട്ടുള്ള റോമാണ് ഈ ഒരു പ്രൊജക്ട് എലിക്സർ എന്ന് പറയുന്ന റോം. പിന്നെ ഈ ഒരു റോമിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി എന്റെ Asus ZenFone Max Pro M2 Redmi Note 10ലും ഈ സെയിം കസ്റ്റം റോം തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് ഡിവൈസുകൾക്ക് അവൈലബിൾ ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊജക്ട് എലിക്സർ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങളുടെ ഡിവൈസും എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രൊജക്ട് എലിക്സർ എന്ന് പറയുന്ന റോം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു റോംസും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള റോം ആയതുകൊണ്ടാണ് പറയുന്നത്. എന്നും പറഞ്ഞ് ഈ റോമിൽ ഒരു ബഗ്സും ഇല്ല, നല്ല കിടിലൻ റോം എന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു റോമിലും ബഗ്സ് ഉണ്ട്. അതായത് ചില സമയത്ത് ചില ലാഗ് വരാറുണ്ട്, ഷട്ടറിങ് വരാറുണ്ട്, ചില സമയത്ത് നമ്മുടെ ഗൂഗിൾ പേയുടെ ആപ്സ് വർക്ക് ആവാതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു റോമിലും ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര വലിയ പ്രശ്നമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. 1-2 ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ഒരു 3-4 ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോം നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹാർഡ്വെയറുമായിട്ടൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കണ്ട, നല്ല പക്കയായിട്ട് വർക്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റോമിന്റെ ഡീറ്റെയിൽഡ് ഡെയിലി ഡ്രൈവർ റിവ്യൂ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഈ ഒരു വീഡിയോ നമ്മുടെ 2023 ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് 100Kയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് റെഡ്മിയുടെ ഫോണിലും Asusന്റെ ഫോണിലൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഫോൺ ഏതാണോ, നിങ്ങളുടെ ഫോണിന്റെ ബ്രാൻഡ് ഏതാണോ അത് കമന്റ് ചെയ്തുകൊണ്ട് അതിന് കസ്റ്റം റോം ആണെങ്കിൽ അതിന് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.